എ ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം ഭാഗം 29 അധ്യായം 11 വേണാട് 1314 വരെ. കേരളത്തിലെ കുലശേഖര സാമ്രാജ്യത്തിൻ്റെ അസ്തമയത്തോടുകൂടിയാണ് AD 12-ാം ശതകത്തിൽ വേണാട് രാഷ്ട്രീയമായി പ്രാമാണ്യം നേടുന്നത്. 8-ാം ശതകം മുതലുള്ള പാണ്ഡ്യശാസനങ്ങളിൽ വേണാടിനെക്കുറിച്ച് അങ്ങിങ്ങ് സൂചിപ്പിക്കുന്നുണ്ട്. സംഘസാഹിത്യത്തിലോ അനന്തര കൃതികളിലോ വേണാടിനെ പരാമർശിക്കുന്നതേയില്ല. 4 മുതൽ 8 വരെയുള്ള നൂറ്റാണ്ടുകളിൽ വേണാട് ഭരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ചില രാജാക്കന്മാരെക്കുറിച്ച് പി. ശങ്കുണ്ണി മേനോൻ ഇദ്ദേഹത്തിൻ്റെ തിരുവിതാംകൂർ ചരിത്രത്തിൽ പ്രസ്താവിക്കുന്നു. വേണാട്ട് സ്വരൂപം, തിരുവിതാംകോട് സ്വരൂപം, തൃപ്പാപ്പൂർ സ്വരൂപം, ചിറവ സ്വരൂപം, ദേശിങ്ങനാട്ട് സ്വരൂപം എന്നിങ്ങനെ വ്യത്യസ്തമായ 5 പേരുകളിൽ പൊതുവെ അറിയപ്പെടുന്ന വേണാട് രാജവംശം ഈ ദീർഘകാലത്തിനുള്ളിൽ പല സ്ഥലങ്ങളിൽ വാസമുറപ്പിച്ചിരുന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. അനന്തരകാലത്ത് നടന്ന ചരിത്ര ഗവേഷണങ്ങളുടെ വെളിച്ചത്തിൽ ഈ അഭിപ്രായം അസാധുവാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. 9-ാം ശതകത്തിൻ്റെ ആരംഭം വരെ തിരുവനന്തപുരവും അതിന് തെക്കുള്ള പ്രദേശങ്ങളും ആയി രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. 14-ാം ശതകം വരെ തിരുവിതാംകോട്ട് ഒരു രാജാവോ രാജകുടുംബമോ ഉണ്ടായിരുന്നില്ല. 9-ാം ശതകത്തിൽ കൊല്ലം ആസ്ഥാനമാക്കി കൊല്ലത്തിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്തിരുന്ന ഒരു ചെറുകിട രാജ്യം മാത്രമായിരുന്നു വേണാട്. അത് ചേര സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ നാടും അതിൻ്റെ ഭരണാധികാരി മഹോദയപുരത്തെ പെരുമാളിൻ്റെ സാമന്തനും ആയിരുന്നു. 12-ാം ശതകത്തിൻ്റെ ആരംഭത്തിൽ മാത്രമേ വേണാടിന് സ്വതന്ത്ര പദവി കൈവരുന്നുള്ളൂ. അന്ന് വേണാടു രാജവംശം കീഴപ്പേരൂർ സ്വരൂപത്തിൻ്റെ ഒരു ശാഖയായിരുന്നു. ആ നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ തൃപ്പാപ്പൂർ താമസമാക്കിയിരുന്ന ആയി രാജവംശത്തിൻ്റെ ഒരു ശാഖയും ആദൻതുരുത്തി ആസ്ഥാനമാക്കിയിരുന്ന മറ്റൊരു ശാഖയും ചിറവ വേണാട്ട് രാജവംശത്തിൽ ലയിച്ചു. ഈ ലയനത്തോടുകൂടി വേണാട്ടിലെ പ്രധാന രാജാവ് ചിറവ മൂപ്പൻ എന്നും യുവരാജാവ് തൃപ്പാപ്പൂർ മൂപ്പൻ എന്നും വിളിക്കപ്പെട്ടു പോന്നു. ചിറവ മൂപ്പൻ കൊല്ലത്ത് പനങ്കാവിൽ കൊട്ടാരത്തിൽ വാണ് രാജ്യഭരണം നടത്തി. തൃപ്പാപ്പൂർ മൂപ്പൻ തിരുവനന്തപുരത്തിന് 9 മൈൽ വടക്കുള്ള തൃപ്പാപ്പൂർ പാർത്തുകൊണ്ട് പഴയ കോയിലധികാരികൾ എന്ന പോലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെയും വേണാട്ടിലെ മറ്റ് ക്ഷേത്രങ്ങളുടെയും ഭരണകാര്യങ്ങൾ നിർവഹിച്ചു പോന്നു. വേണാട് രാജവംശം പലതായി വിഭജിക്കപ്പെട്ട അനന്തരകാല ചരിത്രം ചെറുകിട രാജ്യങ്ങൾ എന്ന അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ആദ്യകാല ചരിത്രം. വിശ്വാസയോഗ്യമായ ചരിത്രരേഖകൾ കൊണ്ട് അല്പമെങ്കിലും നമുക്കറിയാവുന്ന വേണാട്ടിലെ ആദ്യത്തെ ഭരണാധികാരി അയ്യനടികൾ തിരുവടികളാണ്. AD 849 സ്ഥാണു രവിവർമ്മ കുലശേഖരൻ്റെ 5-ാം ഭരണവർഷത്തിൽ കൊല്ലത്തെ തരിസാപ്പള്ളിക്ക് എഴുതിക്കൊടുത്ത ചെപ്പേട് കൊണ്ട് അദ്ദേഹം കേരള ചരിത്രത്തിൽ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നു. രാജ്യത്തെ ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാരുടെയും അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നീ സംഘടനകളുടെ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് അയ്യനടികൾ ഈ കരണം ചമച്ചത്. മരുവാൻ സപ്പീർ ഈശോ കുരക്കേണിക്കൊല്ലത്ത് ഒരു പള്ളിയും നഗര വാണിജ്യ സങ്കേതവും നിർമ്മിച്ചതായും വേണാട് വാഴുന്ന അയ്യനടികൾ തൊഴിലാളികൾ ഉൾപ്പെടെ ഒരു പ്രദേശവും ഒട്ടേറെ അവകാശാധികാരങ്ങളും ആ പള്ളിക്കും നഗരത്തിനും ചാർത്തിക്കൊടുത്തതായും ആ ശാസനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശാസനങ്ങളിലൂടെ നമുക്കറിയാവുന്ന വേണാടിൻ്റെ അടുത്ത ഭരണാധികാരി ശ്രീ വല്ലഭൻ കോതയാണ്. AD 974 കൊല്ലം 149 മാമ്പള്ളി പട്ടയവുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഒരു സ്വകാര്യ വ്യക്തി ഭൂമി ദാനം ചെയ്യുന്നതാണ് പട്ടയത്തിൻ്റെ ഉള്ളടക്കം. ഒരു സ്വകാര്യ വ്യക്തി ഒട്ടേറെ മാന്യന്മാരുടെ സാന്നിധ്യത്തിൽ ചെങ്ങന്നൂർ ക്ഷേത്രത്തിലേക്ക് കുറേ ഭൂമി ദാനം ചെയ്യുന്നതാണ് പട്ടയത്തിൻ്റെ ഉള്ളടക്കം. ദാനാവസരത്തിൽ ശ്രീ വല്ലഭൻ കോതയും സന്നിഹിതനായിരുന്നു. ചില ശിലാരേഖകളിലും ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പരാമർശം കാണാം. ശ്രീ വല്ലഭൻ കോതയ്ക്ക് ശേഷം ഭരണമേറ്റത് ഗോവർദ്ധന മാർത്താണ്ഡനായിരുന്നു. AD 10-ാം ശതകത്തിൻ്റെ അന്ത്യപാദവും 11-ാം ശതകത്തിൻ്റെ ആരംഭവുമാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം. തൃക്കൊടിത്താനം ക്ഷേത്രത്തിലെ ഒരു ശാസനത്തിൽ ആ ക്ഷേത്രത്തിൽ ഉത്തിരോത്സവം നടത്തുന്നതിന് ശ്രീ വല്ലഭൻ കോത കുറേ സ്ഥലം ദാനം ചെയ്തതായും ഗോവർദ്ധന മാർത്താണ്ഡൻ അതിൻ്റെ നടത്തിപ്പിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തതായും പറയുന്നു. അയൽനാടായ നണ്ടുഴൈ നാട്ടിലും ഗോവർദ്ധ മാർത്താണ്ഡന് ഭരണപരമായ നിയന്ത്രണാധികാരമുണ്ടായിരുന്നു. ഭാസ്കര രവിവർമ്മയുടെ ജൂതശാസനത്തിൽ AD 1000 സാക്ഷി നിൽക്കുന്ന വേണാട്ട് രാജാവ് ഇദ്ദേഹമാണ്.
ചോളാക്രമണകാരികൾക്കെതിരായ യുദ്ധത്തിൽ ഭാസ്കര രവിവർമ്മ ഒന്നാമനെ ഗോവർദ്ധന മാർത്താണ്ഡൻ കാര്യമായി സഹായിച്ചിരുന്നു. ആ യുദ്ധത്തിലായിരിക്കണം ഇദ്ദേഹം മരിച്ചത്. വേണാട് സ്വതന്ത്ര രാജ്യമായി തീരുന്നു. 11-ാം ശതകത്തിൽ ആരൊക്കെയാണ് വേണാട് വാണതെന്ന് അറിയാൻ തരമില്ല. ചോള ചേര യുദ്ധത്തിൻ്റെതായ ആ കാലഘട്ടത്തിൽ വേണാട് അതിഭയങ്കരമായ ചോള ആക്രമണത്തിനും ഇരയായി. AD 1026 കുലോത്തുംഗ ചോളന്റെ സൈന്യം കൊല്ലം നഗരം നശിപ്പിച്ചു. അതേ സമയത്ത് ചേര തലസ്ഥാനമായ മഹോദയപുരം ചോളന്മാർ ചുട്ടെരിച്ചു. തുടർന്ന് രാമവർമ്മ കുലശേഖരൻ മുന്നേറുന്ന ചോള സൈന്യത്തെ അടിച്ചു തുരത്താൻ സാഹസികമായി ഉറച്ചുകൊണ്ട് ഒരു വലിയ സൈന്യവുമായി തെക്കോട്ട് നീങ്ങി. അദ്ദേഹം കൊല്ലത്ത് ആസ്ഥാനമുറപ്പിച്ച് ചോളന്മാർക്കെതിരായുള്ള പടനീക്കത്തിന് നേതൃത്വം നൽകി. നേരത്തെ പറഞ്ഞതുപോലെ ചോള സൈന്യം തോൽപ്പിക്കപ്പെടുകയും നാഞ്ചിനാട്ട് പ്രദേശങ്ങൾ പാണ്ഡ്യരുടെ നിയന്ത്രണത്തിൽ ഉപേക്ഷിച്ചിട്ട് ചോളർ അവിടെ നിന്നും പിൻവാങ്ങുകയും ചെയ്തു. രാമവർമ്മ കുലശേഖരൻ തുടർന്ന് കൊല്ലത്ത് തന്നെ താമസിക്കുകയും ഏറെക്കാലത്തേക്ക് രാജ്യകാര്യങ്ങൾ നോക്കുകയും ചെയ്തു. ഊരാളരായ നമ്പൂതിരിമാരോട് അപരാധമേതോ പ്രവർത്തിച്ചെന്ന പേരിൽ അവർ അദ്ദേഹത്തെ കൊണ്ട് കൊല്ലത്തെ രാമേശ്വര ക്ഷേത്രത്തിലേക്ക് കുറെ ഭൂമി പ്രായശ്ചിത്തം നൽകിച്ചതായി ആ ക്ഷേത്രത്തിലെ ഒരു ശാസനത്തിൽ AD 1102 പറയുന്നു. ഇതാദ്യമായിട്ടാണ് നമ്പൂതിരി ജന്മിമാരുടെ ആജ്ഞയ്ക്ക് വഴങ്ങാൻ കേരളത്തിലെ ഒരു രാജാവ് നിർബന്ധിതനാകുന്നത്. രാജ്യകാര്യങ്ങളിൽ അധികാരം ചെലുത്തുമാറ് ബ്രാഹ്മണ സമുദായത്തിന് കൈവന്ന അദൃശ്യമായ സ്വാധീന ശക്തിയെ വെളിപ്പെടുത്തുന്ന ഈ സംഭവത്തിന് ചരിത്രപരമായി വലിയ പ്രാധാന്യമുണ്ട്. രാമവർമ്മ കുലശേഖരന്റെ അനന്തര ജീവിതത്തെക്കുറിച്ച് നമുക്ക് വിവരമൊന്നുമില്ല. അദ്ദേഹം പുത്രനു വേണ്ടി സിംഹാസനം ഒഴിഞ്ഞുകൊടുത്തിട്ട് പൊതുജീവിതത്തിൽ നിന്നും വിരമിച്ചിരിക്കണം. വേണാട്ട് രാജവംശത്തിന്റെ സ്ഥാപകനായ കുലശേഖരൻ ഇരണിയൽ കൊട്ടാരത്തിൽ വെച്ച് ചരമമടഞ്ഞതായി ഇരണിയൽ പ്രദേശങ്ങളിൽ ഒരു ഐതിഹ്യമുണ്ട്. ഈ ഐതിഹ്യത്തിലെ കുലശേഖരൻ രാമവർമ്മ കുലശേഖരൻ ആയിരിക്കാം. ഒരു സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ വേണാടിന്റെ ചരിത്രം ആരംഭിക്കുന്നത് രാമവർമ്മ കുലശേഖരൻ മുതലാണ്. ആകയാൽ അദ്ദേഹത്തെ വേണാട്ട് രാജവംശത്തിന്റെ സ്ഥാപകനായി കരുതാം. മഹോദയപുര ചക്രവർത്തിമാരുടെ കുലശേഖരൻ അഥവാ കുലശേഖര പെരുമാൾ എന്ന ബിരുദം രാമവർമ്മ കുലശേഖരന് ശേഷം വേണാട്ട് രാജാക്കന്മാർ സ്വീകരിക്കുന്നുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് 1931 1949 ആ ബിരുദം അവസാനമായി ഉപയോഗിച്ചിരുന്നത്. രാമവർമ്മ കുലശേഖരനെ പിന്തുടർന്ന് വേണാടിന്റെ സിംഹാസനത്തിൽ വന്നത് അദ്ദേഹത്തിന്റെ മകനായിരിക്കാനിടയുള്ള കോതവർമ്മയാണ്. AD 1102 1125. കോട്ടാറും നാഞ്ചിനാട്ടിന്റെ സമീപ പ്രദേശങ്ങളും പാണ്ഡ്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് രാജ്യം വിപുലമാക്കിയ വേണാട്ട് രാജാവ് കോതവർമ്മയാകാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് കേരളവർമ്മ, രവിവർമ്മ, ആദിത്യവർമ്മ, മാർത്താണ്ഡവർമ്മ എന്നിങ്ങനെ 4 പുത്രന്മാരുണ്ടായിരുന്നു. ഈ 4 പേരും ഒന്നിനു പുറകെ ഒന്നായി വേണാട് വാണു. വീരകേരളവർമ്മ എന്നുകൂടി പേരുള്ള കോത കേരളവർമ്മ AD 1125 1155 ഒരു മികച്ച ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം നിർവഹിച്ചു. കോത കേരളവർമ്മ ശുചീന്ദ്രം ക്ഷേത്രത്തിന് ഭൂമി ദാനം ചെയ്യുകയും ശുചീന്ദ്രത്തിന് വീരകേരള ചതുർവേദിമംഗലം എന്ന് പേരിടുകയും ചെയ്തു. അദ്ദേഹം ശുചീന്ദ്രം ക്ഷേത്രത്തിന് നൽകിയ ഭൂമി കർക്കാട്, തെൻവളനല്ലൂർ, തെക്കൻ പുത്തൂർ എന്നിങ്ങനെ നാഞ്ചിനാട്ടിലെ പല ഗ്രാമങ്ങളിലായിരുന്നു. 12-ാം ശതകത്തിന്റെ മധ്യകാലം തൊട്ടെങ്കിലും പഴയ തെക്കൻ തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ വേണാട് ആധിപത്യം സ്ഥാപിച്ചിരുന്നു എന്നതിന് തെളിവാണ് ഇത്. വീരകേരളൻ എന്നു പേരുള്ള 31 വെള്ളി നാണയങ്ങൾ തിരുനെൽവേലി ജില്ലയിലെ വൈഗൈക്കുളത്ത് നിന്ന് കണ്ടുകിട്ടിയിട്ടുള്ളത് ഈ രാജാവിൻ്റെതാണെന്ന് വിശ്വസിക്കാം. അടുത്തതായി നാടുവാണ വീര രവിവർമ്മ AD 1155 1165 സുശക്തനായൊരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ രാജ്യത്തിലെ ഭരണസമ്പ്രദായം സുശക്തവും കാര്യക്ഷമവുമായി. ഇക്കാലത്ത് ഗ്രാമക്കൂട്ടങ്ങൾ സജീവമായി പ്രവർത്തിക്കുകയും രാജാവ് അവയ്ക്ക് ഭരണ പദ്ധതിയിൽ ഒരു നല്ല സ്ഥാനം അനുവദിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ കാലത്തും നാഞ്ചിനാട് വേണാടിന്റെ ആധിപത്യത്തിലായിരുന്നു. വീരരവിവർമ്മയെ പിന്തുടർന്ന് ഭരണമേറ്റ ആദിത്യവർമ്മയെക്കുറിച്ച് കിളിമാനൂർ ശാസനത്തിൽ പരാമർശമുണ്ട്. അദ്ദേഹം 1165 മുതൽ 1175 വരെ നാടുവാണു. ആദിത്യവർമ്മയുടെ അനന്തരഗാമിയായ ഉദയമാർത്താണ്ഡവർമ്മ 1175 1195 നല്ലൊരു ഭരണാധികാരി എന്ന നിലയിൽ പ്രശസ്തി നേടി.
ക്ഷേത്രങ്ങളുടെ ഭരണത്തിന് അദ്ദേഹം ഏർപ്പെടുത്തിയ വ്യവസ്ഥകളെയും ഉദ്യോഗസ്ഥന്മാർക്ക് നിശ്ചയിച്ചു കൊടുത്ത പ്രവർത്തനാധികാരത്തെയും കുറിച്ച് കൊല്ലൂർ മഠം ശാസനത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഉദയമാർത്താണ്ഡവർമ്മയുടെ ആശ്രിതനായ ആദിച്യരാമൻ ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലെ തിരുവമ്പാടി കോവിലിൽ ഒരു വെള്ളിത്തുടി കാണിക്ക വെച്ചതായി കൊല്ലം 359 AD 1183 ഗോശാല ശാസനത്തിൽ അഥവാ തിരുവമ്പാടി ശാസനത്തിൽ പറയുന്നു. ഇക്കാലത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സഭയ്ക്ക് അഥവാ ഊരാളരുടെ സമിതിക്ക് സ്വന്തമായൊരു സമഞ്ജിതൻ ഉണ്ടായിരുന്നതായും ക്ഷേത്രഭരണത്തെ സംബന്ധിച്ച പ്രധാന കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാൻ സഭ കൂടെ കൂടാറുണ്ടായിരുന്നതായും മേൽപ്പറഞ്ഞ ശാസനം കൊണ്ട് കാണാം. ഈ സഭയുടെ രൂപാന്തരമായിരിക്കണം പിൽക്കാലത്തെ എട്ടരയോഗം. സഭയുടെ യോഗങ്ങളിൽ ആധ്യക്ഷം വഹിക്കാൻ സ്വാമിയാരെ ഏർപ്പെടുത്തിയതും ഇക്കാലത്താണ്. ഉദയമാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് വേണാടും പാണ്ഡ്യരാജ്യവും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രി ത്രിഭുവന ദേവിയെ പാണ്ഡ്യരാജാവായ ശ്രീവല്ലഭൻ വിവാഹം കഴിച്ചു. ഇദ്ദേഹത്തിന്റെ കാലത്താണ് പന്തളം, പൂഞ്ഞാർ രാജവംശങ്ങൾ പാണ്ഡ്യരാജ്യത്ത് നിന്ന് കേരളത്തിൽ വന്ന് നാടുവാഴികളായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. വെള്ളായണി ശാസനത്തിൽ പറയുന്ന വീരരാമവർമ്മയാണ് 1195-1205 ഉദയമാർത്താണ്ഡവർമ്മയുടെ അനന്തരഗാമി. മണികണ്ഠ രാമവർമ്മ എന്നും ഇദ്ദേഹത്തിന് പേരുണ്ടായിരുന്നു. വേണാട്ടിലെ സാമൂഹികവും രാഷ്ട്രീയവുമായ സംവിധാനത്തിൽ അറുന്നൂറ്റുവരുടെ പ്രവർത്തനത്തിനുണ്ടായിരുന്ന സ്ഥാനത്തെക്കുറിച്ച് വെള്ളായണി ശാസനത്തിൽ 1196 നിന്ന് മനസ്സിലാക്കാം. ദേവധരൻ കേരളവർമ്മ എന്നുകൂടി പേരുണ്ടായിരുന്ന വീരരാമ കേരളവർമ്മയാണ് 1205-1215 അടുത്ത വേണാട്ട് രാജാവ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പുതിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ക്ഷേത്രഭരണത്തിന് പ്രത്യേക നിയമങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. വീരളത്തെയും വീര കേരളപുരി കഠിനംകുളത്തെയും ക്ഷേത്രങ്ങൾ ഇദ്ദേഹത്തിന്റെ കാലത്താണ് പണി കഴിപ്പിച്ചത്. രവികേരളവർമ്മയാണ് 1215-1240 വീരരാമ കേരളവർമ്മയുടെ അനന്തരഗാമി. കണ്ടിയൂർ ശാസനവും 1281, മണലിക്കര ശാസനവും 1236 ഇദ്ദേഹത്തെ പരാമർശിക്കുന്നു. രവികേരളവർമ്മയുടെ നിർദ്ദേശപ്രകാരം ഓടനാട്ട് രാജാവ് രാമകോദവർമ്മ കണ്ടിയൂർ ക്ഷേത്രം പുതുക്കി പണിയിക്കുന്നതാണ് കണ്ടിയൂർ ശാസനത്തിന്റെ ഉള്ളടക്കം. ഓടനാട് ഇക്കാലത്ത് വേണാട്ട് രാജാവിന്റെ ആധിപത്യം അംഗീകരിച്ചിരുന്നതായി ഈ ശാസനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. രവികേരളവർമ്മയ്ക്ക് സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിലുണ്ടായിരുന്ന അതിയായ താല്പര്യത്തിന് തെളിവാണ് മണലിക്കര ശാസനം. കുടിയാന്മാർ കൊടുക്കേണ്ട നികുതിയുടെ നിരക്ക് വ്യവസ്ഥ ചെയ്യുന്ന പ്രസ്തുത ശാസനം വിളവ് മോശമാകുന്ന കാലത്ത് കരം ഇളവ് ചെയ്തു കൊടുക്കേണ്ടതാണെന്നും നിർദ്ദേശിക്കുന്നു. ശുചീന്ദ്രം ക്ഷേത്രത്തിന്റെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെയും കാര്യത്തിൽ സവിശേഷമായ ശ്രദ്ധ ചെലുത്തിയിരുന്നു ഇദ്ദേഹം. ശുചീന്ദ്രത്തെ പ്രധാന ക്ഷേത്രത്തിന് വെളിയിൽ ആദ്യമായി നിർമ്മിക്കുന്ന സുബ്രഹ്മണ്യൻ കോവിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ണിയച്ചിയാണ് പണികഴിപ്പിച്ചത്. രവികേരളവർമ്മയുടെ കാലം മുതൽ നഞ്ചിനാട്ടെ ക്ഷേത്രങ്ങളിലെ പൂജാദികൾക്ക് മലയാള ബ്രാഹ്മണരെ ഏർപ്പെടുത്തുന്നുണ്ട്. പത്മനാഭ മാർത്താണ്ഡവർമ്മയാണ് 1240-1253 അടുത്ത വേണാട്ട് രാജാവ്. ജഡാവർമ്മൻ സുന്ദരപാണ്ഡ്യൻ 1251-1268 എന്ന പരാക്രമശാലിയായ പാണ്ഡ്യരാജാവിന്റെ സമകാലികനായിരുന്നു ഇദ്ദേഹം. 1265 മരിച്ച വിക്രമ പാണ്ഡ്യനാൽ വധിക്കപ്പെട്ട വേണാട്ട് രാജാവ് പത്മനാഭ മാർത്താണ്ഡവർമ്മയായിരിക്കാം. 1253 മുതൽ 1299 വരെയുള്ള വേണാടിന്റെ ചരിത്രം അവ്യക്തമാണ്. ജഡാവർമ്മൻ സുന്ദരപാണ്ഡ്യന്റെയും അദ്ദേഹത്തിന്റെ അനന്തരഗാമിയായ മാറവർമ്മൻ കുലശേഖരന്റെയും 1268-1310 ശാസനങ്ങളിൽ നിന്ന് അക്കാലത്ത് വേണാടിന്റെ മേൽ പാണ്ഡ്യാധിപത്യം നിലനിന്നിരുന്നതായി കാണാം. തിരുനെൽവേലി ജില്ലയിൽ നിന്ന് ലഭിച്ച ചില രേഖകളിൽ മാറവർമ്മൻ കുലശേഖരനെ ചേരനൈവെന്റ്, കൊല്ലം കൊണ്ട എന്നിങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നതിൽ നിന്ന് ആ കാലഘട്ടത്തിൽ പാണ്ഡ്യർ വേണാടിനെ ആക്രമിച്ചതായും കൊല്ലം പിടിച്ചതായും കരുതാം. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവ് ജയസിംഹനായിരുന്നു. ഇദ്ദേഹത്തിൽ നിന്നാണ് കൊല്ലത്തിനും സമീപ പ്രദേശങ്ങൾക്കും ജയസിംഹനാട് അഥവാ ദേശിംഗനാട് എന്ന പേരുണ്ടായത്. ജയസിംഹന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ പുത്രന്മാരും ഭാഗിനേയന്മാരും തമ്മിൽ ഒരു ആഭ്യന്തര യുദ്ധമുണ്ടായി. ജയസിംഹന് റാണി ഉമാദേവിയിൽ ജനിച്ച രവിവർമ്മ കുലശേഖരനാണ് ആ യുദ്ധത്തിൽ ജയിച്ചത്.
മക്കത്തായമനുസരിച്ച് വേണാട്ടിൽ ഭരണാധികാരമേറ്റ അവസാനത്തെ രാജാവ് രവിവർമ്മ കുലശേഖരനാണ്. രവിവർമ്മ കുലശേഖരൻ 1299-1314. രവിവർമ്മ കുലശേഖരൻ 1299 വേണാട്ട് രാജാവായി. അദ്ദേഹം 1310 മാറവർമ്മൻ കുലശേഖരൻ മരിക്കുന്നതുവരെ പാണ്ഡ്യരാജാവിന്റെ സാമന്തനായിരുന്നു. രവിവർമ്മ കുലശേഖരൻ മാറവർമ്മ എന്ന പാണ്ഡ്യബിരുദം തന്റെ പേരിനോട് ചേർത്തിരുന്നതായി തിരുവനന്തപുരം ശാസനത്തിൽ കാണുന്നത് ഇതിന് തെളിവാണ്. എന്നാൽ അദ്ദേഹം മാറവർമ്മൻ കുലശേഖരന്റെ മരണത്തിന് ശേഷം പാണ്ഡ്യരാജ്യത്തിനുമേൽ ആധിപത്യം അവകാശപ്പെടുന്നുണ്ട്. രവിവർമ്മ മാറവർമ്മൻ കുലശേഖരന്റെ ഒരു മകളെ വിവാഹം ചെയ്തതാണ് ഈ അവകാശവാദത്തിന് അടിസ്ഥാനം. പാണ്ഡ്യന്മാരുടെ മേൽക്കോയ്മ വലിച്ചെറിഞ്ഞതിന് ശേഷം രവിവർമ്മ 1310 തൊട്ട് തന്റെ ഭരണവർഷം കണക്കാക്കി. ആകയാൽ കലിവർഷം 4414 AD 1313 ഡിസംബർ 29 തിരുവതി ശാസനം രവിവർമ്മ കുലശേഖരന്റെ 4ാം ഭരണവർഷത്തിലേതാണ്. വേണാട്ട് രാജാക്കന്മാരുടെ നീണ്ട നിരയിൽ രവിവർമ്മ കുലശേഖരൻ സമുജ്വലനായി ഉയർന്നു നിൽക്കുന്നു. ഒരു ജേതാവെന്ന നിലയിൽ വിഖ്യാതനായ അദ്ദേഹം സംഗ്രാമധീരൻ എന്ന ബിരുദം സ്വീകരിച്ചു. രവിവർമ്മ കുലശേഖരൻ ദക്ഷിണേന്ത്യയിലെ പല ഭാഗങ്ങളും ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും വേണാടിനെ പ്രബലമായ ഒരു സൈനിക ശക്തിയായി ഉയർത്തുകയും ചെയ്തു. പാണ്ഡ്യരാജ്യങ്ങളിൽ അന്ന് നിലനിന്ന രാഷ്ട്രീയ ശൈഥില്യം കേരളത്തിന് വെളിയിലുള്ള നാടുകൾ കീഴടക്കുവാൻ അദ്ദേഹത്തിന് അനുകൂലമായ അവസരം നൽകി. മാറവർമ്മൻ കുലശേഖരന്റെ പുത്രന്മാരായ സുന്ദരപാണ്ഡ്യനും വീരപാണ്ഡ്യനും തമ്മിലുള്ള അധികാര മത്സരവും 1311 മലിക് കഫൂറിന്റെ ആക്രമണത്തെ തുടർന്ന് രൂപം കൊണ്ട അവ്യവസ്ഥയും രവിവർമ്മ കുലശേഖരന്റെ വിജയാഭിലാഷങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഇദ്ദേഹം ആഭ്യന്തര അസ്വാസ്ഥ്യങ്ങളാൽ നേരത്തെ തന്നെ തകർന്നിരുന്ന പാണ്ഡ്യരാജ്യം ആക്രമിക്കുകയും വീരപാണ്ഡ്യന്റെ സൈന്യങ്ങളെ ദയനീയമായി തോൽപ്പിക്കുകയും ചെയ്തു. രവിവർമ്മ പാണ്ഡ്യഭരണത്തിലായിരുന്ന പ്രദേശങ്ങളിലെല്ലാം വളരെ വൈകാതെ സ്വന്തം സാമ്രാജ്യാധിപത്യം ഉറപ്പിച്ചു. അദ്ദേഹം 1312 46ാമത്തെ വയസ്സിൽ ദക്ഷിണേന്ത്യയുടെ ചക്രവർത്തിയായി അഭിഷേകം നടത്തി. മധുരയിൽ വെച്ചും കാഞ്ചീപുരത്ത് വെച്ചും കിരീടധാരണം നടന്നു. കിരീടധാരണത്തിന് ശേഷവും അദ്ദേഹം ജൈത്രയാത്ര തുടർന്നു. 1313 ഡിസംബറിൽ തിരുവതിയിൽ എത്തിയതിനു ശേഷം 1313 ഡിസംബറിൽ തിരുവതിയിൽ എത്തിയതിനു ശേഷം 1314 ആദ്യമാണ്, അതായത് 43ാം വയസ്സിലാണ് രവിവർമ്മ കുലശേഖരൻ കാഞ്ചീപുരത്ത് താമസിച്ചത്. രവിവർമ്മ കുലശേഖരന്റെ ആക്രമണങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ വിജയങ്ങൾ നിലനിർത്താൻ ഇദ്ദേഹം ഇസ്ലാം മതത്തിനെതിരെ ഹിന്ദുമതത്തിന്റെ സംരക്ഷണ കൃത്യം ഏറ്റെടുത്തു. ഇസ്ലാം മതത്തിന്റെ മുന്നേറ്റത്താൽ ഹിന്ദുമതത്തിനുണ്ടാകാനിടയുള്ള ആപത്തിനെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ബോധമുണ്ടായിരുന്നു. ഇസ്ലാം മതത്തിന്റെ കടന്നാക്രമണത്തെ തടയാനാണ് അദ്ദേഹം ദക്ഷിണേന്ത്യ മുഴുവൻ സ്വന്തം ആധിപത്യത്തിൽ കൊണ്ടുവന്നത്. ചരിത്രപരമായ ഈ കർത്തവ്യ നിർവഹണത്തിൽ ഹോയ്ശാല ബല്ലാളന്റെയും വിജയനഗര ചക്രവർത്തിമാരുടെയും മുന്നോടിയായിരുന്നു രവിവർമ്മ കുലശേഖരൻ. ഇതിനെക്കുറിച്ച് ഡോക്ടർ എസ് കൃഷ്ണസ്വാമി അയ്യങ്കാർ ഇങ്ങനെ പറയുന്നു: രവിവർമ്മ കുലശേഖരൻ ദക്ഷിണേന്ത്യയിലെ ഹൈന്ദവ ഭരണത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി തന്റെ ഭരണകാലത്തിന്റെ അന്തിമ ദശകം മുഴുവൻ സമരം ചെയ്യുകയും അതിൽ പരാജയപ്പെട്ട് കഥാവശേഷനാവുകയും ചെയ്യുകയാൽ ആ ഭാരം വീരബല്ലാളൻ രണ്ടാമന്റെ ചുമലിൽ വന്നു ചേർന്നു. അദ്ദേഹത്തിന്റെ പരാജയങ്ങളെ വകവയ്ക്കാതെ അനന്തരഗാമികൾ ആ പരിശ്രമം വിജയകരമായ പര്യവസാനത്തിൽ എത്തിക്കുകയും അത് ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ വിജയനഗര സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ഹൈന്ദവ സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തിൽ കലാശിക്കുകയും ചെയ്തു. ഒരു ജേതാവെന്ന നിലയിൽ രവിവർമ്മ കുലശേഖരൻ തന്റെ താൽക്കാലിക വിജയങ്ങളുടെ അവ്യക്ത സ്മരണകൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് ദക്ഷിണേന്ത്യയുടെ ചരിത്ര ചക്രവാളത്തിൽ ഒരു കൊള്ളിമീൻ പോലെ മിന്നിപ്പൊലിഞ്ഞു. എന്നാൽ മതത്തിന്റെയും കലകളുടെയും വാണിജ്യത്തിന്റെയും രംഗങ്ങളിൽ അദ്ദേഹം അനുഷ്ഠിച്ച സേവനങ്ങൾ കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രഖ്യാതരായ ഭരണാധികാരികൾക്കിടയിൽ അദ്ദേഹത്തിന് അനശ്വര സ്ഥാനം നേടിക്കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിലും നവീകരണത്തിലും ഹൈന്ദവ മതത്തിന്റെ പുരോഗതിയിലും അത്രമാത്രം ശ്രദ്ധാലുവായിരുന്നു രവിവർമ്മ കുലശേഖരൻ. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ഒരു വലിയ സ്വർണ്ണ കലശം കാഴ്ചവെക്കുകയുണ്ടായി. വേദജ്ഞനും വേദസംരക്ഷകനുമെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ശ്രീരംഗ ശാസനത്തിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആസ്ഥാന സദസ്സ് വിദൂരദേശങ്ങളിൽ നിന്ന് പോലും പണ്ഡിതന്മാരെയും കവികളെയും ആകർഷിച്ചിരുന്നു. രവിവർമ്മ കുലശേഖരന്റെ വിദ്വൽ സദസ്സിനെ അലങ്കരിച്ചിരുന്നവരായിരുന്നു സമുദ്രബന്ധനും കവിഭൂഷണനും. പ്രതിഭാശാലിയും പണ്ഡിതനുമായിരുന്ന രവിവർമ്മ കുലശേഖരൻ രചിച്ചതാണ്
പ്രത്യുബ്നാഭ്യുദയം എന്ന സംസ്കൃത നാടകം. തിരുവനന്തപുരം ശാസനം അദ്ദേഹത്തെ ചതുഷ്ഷഷ്ടികലാവല്ലഭനെന്നും ഭക്ഷണഭോജനെന്നും വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കലാസിദ്ധികളിൽ ഏറ്റവും മികച്ചത് സംഗീത വൈദുഷ്യമായിരുന്നു എന്ന് തോന്നുന്നു. രവിവർമ്മ കുലശേഖരന്റെ ഭരണത്തിൽ വേണാട് വിപുലമായ സാമ്പത്തികാഭിവൃദ്ധിയും സാമൂഹിക വികസനവും നേടിയിരുന്നു. അന്ന് കൊല്ലം അതിന്റെ വാണിജ്യ പാരമ്പര്യം പുലർത്തുകയും പടിഞ്ഞാറേ തീരത്തെ ഏറ്റവും മികച്ച തുറമുഖമായി വളരുകയും ചെയ്തു. അന്ന് കേരളത്തിന് വിദേശ രാജ്യങ്ങളുമായി, വിശേഷിച്ച് ചൈനയുമായി ഉണ്ടായിരുന്ന വാണിജ്യം ഇടതടവില്ലാതെ നടന്നത് കൊല്ലം തുറമുഖത്തായിരുന്നു. ആഭ്യന്തര വ്യാപാരത്തിന്റെയും തിരക്കുപിടിച്ച കേന്ദ്രമായിരുന്നു കൊല്ലം. നഗരം പരിഷ്കൃത ജീവിതത്തിന് അനുയോജ്യമായിരുന്നു. രവിവർമ്മ കുലശേഖരൻ പല രീതിയിലും കൊല്ലം പട്ടണം പരിഷ്കരിച്ചു. കൊളംബ നഗര പരിഷ്കാരകൻ എന്ന് അക്കാലത്തെ സാഹിത്യകൃതികളിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാം. ധാരാളം ഉന്നത മന്ദിരങ്ങളാൽ അലങ്കൃതമായിരുന്നു കൊല്ലം നഗരം. വിശാലമായ ഒട്ടേറെ വീഥികൾ നഗരത്തെ പരിസര പ്രദേശങ്ങളുമായി ബന്ധിച്ചിരുന്നു. അക്കാലത്തെ രേഖകളിൽ പ്രധാന വീഥിയെ നാരായണ പെരുവഴി എന്നാണ് വിളിക്കുന്നത്. കൊല്ലം കണ്ടവനില്ലം വേണ്ട എന്ന ചൊല്ല് ഇക്കാലത്തോടെ ആയിരിക്കണം നിലവിൽ വന്നത്. കൊല്ലത്തെ വ്യാപാരികൾക്ക് രാജാവ് ഏർപ്പെടുത്തിക്കൊടുത്ത സൗകര്യമായിരുന്നു വേണാടിന്റെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ മുഖ്യ കാരണം. ചുരുക്കി പറഞ്ഞാൽ യുദ്ധത്തിലും സമാധാനത്തിലും രവിവർമ്മ കുലശേഖരൻ കൈവരിച്ച നേട്ടങ്ങൾ മികച്ചതായിരുന്നു. അവ കേരളീയ രാജാക്കന്മാർക്കിടയിൽ സമുന്നതമായ ഒരു സ്ഥാനത്തിന് അദ്ദേഹത്തെ അർഹനാക്കി. വേണാട്ടിലെ അന്നത്തെ സ്ഥിതിഗതികൾ. അന്നത്തെ വേണാടിന്റെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിതിഗതികളിലേക്ക് അക്കാലത്തെ ശാസനങ്ങളും വിദേശ സഞ്ചാരികളുടെ വിവരണങ്ങളും വെളിച്ചം വീശുന്നുണ്ട്. മക്കത്തായം അനുസരിച്ചായിരുന്നു വേണാട്ട് രാജാക്കന്മാരുടെ നാടുവാഴ്ച. രാജാധികാരത്തിന് വൈപുല്യവും വൈവിധ്യവും ഉണ്ടായിരുന്നെങ്കിലും ഭരണത്തിന്റെ എല്ലാ നിലവാരങ്ങളിലും പ്രാതിനിധ്യ സ്വഭാവത്തോടെ സജീവമായി പങ്കെടുത്തിരുന്ന കൂട്ടങ്ങൾ രാജാവിന്റെ അധികാരത്തെ നിയന്ത്രിച്ചു പോന്നു. 10ാം ശതകത്തിൽ 300 എന്ന കൂട്ടമായിരുന്നു വേണാട്ടിൽ പ്രവർത്തിച്ചിരുന്നത്. 12ാം ശതകത്തിൽ അത് 600 ഈ കൂട്ടത്തിന്റെ തീരുമാനമനുസരിച്ചാണ് രാജ്യഭരണം നിർവഹിച്ചിരുന്നത്. ഭരണ സൗകര്യത്തിന് രാജ്യത്തെ ദേശങ്ങളായി വിഭജിച്ചിരുന്നു. ഭൂനികുതി, പലതരം ചുങ്കങ്ങൾ, വിൽപ്പന നികുതി, തൊഴിൽ നികുതി, ഇങ്ങനെ പലതായിരുന്നു ഭരണകൂടത്തിന്റെ വരുമാന മാർഗങ്ങൾ. കൊല്ലം പോലെയുള്ള വാണിജ്യ പ്രധാനമായ നഗരങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ അഞ്ചുവണ്ണം, മണിഗ്രാമം തുടങ്ങിയ വണിക് സംഘടനകൾ ആദ്യകാലങ്ങളിൽ ഒരു നല്ല പങ്ക് വഹിച്ചിരുന്നു. 12ാം ശതകം മുതൽ അവ ക്ഷയിക്കുകയും അവയുടെ പ്രാധാന്യം ക്രമേണ നഷ്ടപ്പെടുകയും ചെയ്തു. ഹിന്ദുമത സംരക്ഷകന്മാരായിരുന്നു വേണാട്ട് രാജാക്കന്മാർ. ക്ഷേത്രകാര്യങ്ങളിൽ അവർ പ്രത്യേകം താൽപര്യം പ്രദർശിപ്പിച്ചു. ദേവാലയങ്ങളുടെ നവീകരണത്തിനും വിശേഷാൽ പൂജകൾക്കും മറ്റുമായി രാജാക്കന്മാരും സാധാരണ ജനങ്ങളും ധാരാളം ധനം ചെലവാക്കി. ക്ഷേത്രങ്ങളിൽ പലതും 9ാം ശതകത്തിൽ നിർമ്മിക്കപ്പെട്ടവയാകയാൽ ഇപ്പോൾ അവയുടെ കേടുപാട് തീർക്കലും പുതുക്കിപ്പണിയലും ഒരാവശ്യമായി തീർന്നു. പ്രധാന ക്ഷേത്രങ്ങളോട് ചേർന്ന് വേദ പാഠശാലകളോ വേദകലാശാലകളോ പ്രവർത്തിച്ചിരുന്നതായി കാണാം. സാർവത്രികമായ പ്രചാരം ഹിന്ദുമതത്തിനായിരുന്നു എങ്കിലും ക്രിസ്തുമതവും ജൂതമതവും ഇസ്ലാം മതവും സമാന്തരമായി വികസിച്ചുകൊണ്ടിരുന്നു. ചില ഭാഗങ്ങളിൽ ചുരുക്കമായിട്ടാണെങ്കിലും ജൈനമതത്തിനുമുണ്ടായിരുന്നു അനുയായികൾ. അക്കാലത്ത് കൊല്ലം സന്ദർശിച്ച മാർക്കോ പോളോ തുടങ്ങിയ വിദേശ സഞ്ചാരികൾ ക്രിസ്തു സമുദായവും ജൂത സമുദായവും കൊല്ലത്തുണ്ടായിരുന്നതായി എടുത്തു പറയുന്നുണ്ട്. ജന്മി നമ്പൂതിരിമാർക്കും മറ്റ് ഉയർന്ന ജാതിക്കാർക്കുമുണ്ടായിരുന്ന വലിയ സ്വാധീന ശക്തി അന്നത്തെ സാമൂഹിക ജീവിതത്തിന്റെ ശ്രദ്ധാർഹമായ ഒരു പ്രത്യേകതയായിരുന്നു. വേണാടിന്റെ തലസ്ഥാനമായ കൊല്ലം ഒരു പരിഷ്കൃത നഗരമായിരുന്നു. അക്കാലത്ത് കേരളം സന്ദർശിച്ചിട്ടുള്ള വിദേശ സഞ്ചാരികളുടെ വിവരണക്കുറിപ്പുകൾ കൊല്ലം തുറമുഖത്ത് തിരക്കിട്ട് നടന്നുകൊണ്ടിരുന്ന വാണിജ്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണുനീലി സന്ദേശം തുടങ്ങിയ സാഹിത്യകൃതികളിലും കൊല്ലത്തിന്റെ വാണിജ്യ പ്രാധാന്യത്തെക്കുറിച്ച് സൂചനകളുണ്ട്. സുലൈമാന്റെ സന്ദർശന കാലത്ത് 851 കൊല്ലം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു. പേർഷ്യയിൽ നിന്ന് സ്വദേശത്തേക്ക് മടങ്ങുന്ന കൂറ്റൻ ചീനക്കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ കൊല്ലത്ത് മാത്രമേ അടുക്കാറുണ്ടായിരുന്നുള്ളൂ. തുറമുഖത്ത് വ്യാപാര സംബന്ധമായ ഇടപാടുകൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന രാജകീയ ഉദ്യോഗസ്ഥന്മാരുടെ സൽസ്വഭാവത്തെ ബെഞ്ചമിൻ 12ാം ശതകം മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അദ്ദേഹം പറയുന്നു, വാണിജ്യപരമായ കാര്യങ്ങളിൽ ഈ രാജ്യക്കാരെ വിശ്വസിക്കാം. വിദേശ വ്യാപാരികൾ തുറമുഖത്ത് അടുത്താൽ ഉടൻ തന്നെ അവർ വന്ന കപ്പലുകൾ രാജാവിന്റെ 3 ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് അറ്റകുറ്റങ്ങൾ തീർത്തു കൊടുക്കുകയും വ്യാപാരികളുടെ പേരെഴുതി സന്ദർശന വിവരം രാജാവിനെ അറിയിക്കുകയും ചെയ്യുന്നു.
രാജാവ് അതിൻ പ്രകാരം അവരുടെ മുതലിന് സംരക്ഷണം നൽകുന്നു. ആകയാൽ അവർക്ക് തങ്ങളുടെ മുതൽ കാത്തു സൂക്ഷിക്കാൻ വിശേഷിപ്പ് ഏർപ്പാടുകളൊന്നുമില്ലാതെ ഏത് വെളിസ്ഥലത്തും ഇട്ടിട്ടു പോകാം. രാത്രി മുഴുവൻ വിളക്കുകൾ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തെരുവീഥികളെക്കുറിച്ചും അങ്ങാടികളെക്കുറിച്ചും നഗരവാസികൾ പകലത്തെ വല്ലാത്ത ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ രാത്രിയിൽ തന്നെ വ്യാപാര കാര്യങ്ങൾ നിർവഹിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. കുരുമുളകും ഇഞ്ചിയും കറുവാപ്പട്ടയുമായിരുന്നു കൊല്ലത്തെ പ്രധാന വ്യാപാര സാധനങ്ങൾ. അൽക്കസ്വിനി 1263 1275 ഇന്ത്യയിലെ ഒരു വലിയ നഗരം എന്നാണ് കൊല്ലത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ കൊല്ലത്തെ വീടുകളുടെ തൂണുകളെല്ലാം മത്സ്യങ്ങളുടെ പുറംതോലുകൾ കൊണ്ട് പൊതിയുക പതിവായിരുന്നെന്നും മറ്റുമുള്ള അബദ്ധങ്ങളും അദ്ദേഹം എഴുതിപ്പിടിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസശീലനായ ഒരു വിദേശ സഞ്ചാരി ജനങ്ങളെയും ജീവിതത്തെയും ദൂരെ നിന്നുകൊണ്ട് തികച്ചും അപൂർണമായി നോക്കിക്കണ്ടതിന്റെ ഫലമാണ് ഈ അഭിപ്രായ പ്രകടനം. 13-ാം ശതകത്തിന്റെ അവസാനം കൊല്ലം സന്ദർശിച്ച മാർക്കോ പോളോ കൊല്ലം വിദൂര രാജ്യങ്ങളുമായി വിശേഷിച്ചും ചൈനയുമായി നടത്തിയിരുന്ന പ്രവൃദ്ധമായ കുരുമുളക് വ്യാപാരത്തിലേക്ക് വെളിച്ചം വീശുന്നു. അദ്ദേഹം ഇങ്ങനെ പ്രസ്താവിക്കുന്നു: ചൈന മാൻസിയിൽ നിന്നും ലവന്തിൽ നിന്നും ചരക്കും കപ്പലുമായി ഇവിടെ എത്തുന്ന കച്ചവടക്കാർ കൊണ്ടുവരുന്ന ചരക്കുകൾ ഇവിടെ വിറ്റഴിച്ചും ഇവിടുത്തെ ചരക്കുകൾ വാങ്ങിയും വലിയ ലാഭമുണ്ടാക്കുന്നു. വേണാടിന്റെ മികച്ച സാമ്പത്തികാഭിവൃദ്ധിയിൽ ആ വെനീഷ്യൻ സഞ്ചാരിക്ക് വലിയ മതിപ്പ് തോന്നി. ജീവിതത്തിന്റെ അത്യാവശ്യ സാധനങ്ങൾ നാട്ടുകാർക്ക് കുറഞ്ഞ വിലയ്ക്ക് ഇഷ്ടം പോലെ ലഭിച്ചിരുന്ന എന്ന് മാർക്കോ പോളോ രേഖപ്പെടുത്തുന്നു. കൊല്ലം സന്ദർശിച്ച ഇബ്നു ബത്തൂത്തയും 1342-1347 അവിടുത്തെ കുരുമുളക് കച്ചവടത്തെയും തുറമുഖത്ത് കണ്ട കൂറ്റൻ ചീനക്കപ്പലുകളെയും കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കൊല്ലം കേരളത്തിലെ ഏറ്റവും നല്ല നഗരമെന്നും അദ്ദേഹം പ്രസ്താവിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ വേണാട് അതിന്റെ ഭരണാധികാരികളുടെ കീഴിൽ ഉദാരമായ ഭരണത്തിന്റെ നന്മയും സാമൂഹിക അഭിവൃദ്ധിയും ഭൗതിക ക്ഷേമവും അനുഭവിച്ചിരുന്നു.